നമസ്തേ. എല്ലാ യോഗ അന്വേഷകർക്കും അധിയോഗ പ്രദീപികയുടെ ഈ പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഇന്ന് 8ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഹഠയോഗത്തിന്റെ 1ാം അംഗമായ ആസനം നമ്മളിൽ ഉണ്ടാക്കുന്ന 3 മാറ്റങ്ങളെക്കുറിച്ച്, സ്ഥൈര്യം, ആരോഗ്യം, അംഗലാഘവം തുടങ്ങിയവയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 18-19 ശ്ലോകങ്ങളാണ്. ഈ ഗ്രന്ഥത്തിൽ സ്വാത്മാരാമൻ വിവരിക്കാൻ പോകുന്ന ആസനങ്ങൾ അദ്ദേഹം സ്വയം കണ്ടുപിടിച്ചതാണോ, അല്ല മറിച്ച് അവയ്ക്ക് പിന്നിൽ വലിയൊരു പരമ്പരയുണ്ടോ എന്ന് വ്യക്തമാക്കുന്ന ശ്ലോകമാണ് 18ാമത്. സ്വാത്മാരാമൻ വിവരിക്കുന്ന ഏറ്റവും ആദ്യത്തെ ആസനമായ സ്വസ്തികാസനത്തിലേക്ക് നമ്മൾ കടക്കുന്നത് 19ാമത്തെ ശ്ലോകത്തോടെയാണ്. നമുക്ക് ശ്ലോകങ്ങളിലേക്ക് കടക്കാം. ശ്ലോകം 18. വസിഷ്ഠാദിശ്ച മുനിഭി മത്സ്യേന്ദ്രാദിശ്ച യോഗിഭി അംഗീകൃതന്യാസനാനി കഥ്യന്തേ ഖാനി ചിന്മയ. വസിഷ്ഠാദ്യൈ മുനിഭി, വസിഷ്ഠൻ തുടങ്ങിയ മഹർഷിമാർ പോലെയുള്ള പ്രമുഖരായ ആളുകളുടെ, മുനിമാരുടെ, മത്സ്യേന്ദ്രാദിശ്ച യോഗിഭി, മത്സ്യേന്ദ്രനാഥനെ പോലെയുള്ള മഹാന്മാരായ യോഗികളുടെയും, അംഗീകൃതാനി ആസനാനി, അവരൊക്കെ അംഗീകരിക്കപ്പെട്ട, പരിശീലിപ്പിക്കപ്പെട്ട ആസനങ്ങളാണ്. കാനിച്ചിത് മയ കഥ്യന്തേ, അങ്ങനെയുള്ള ആസനങ്ങളിൽ പ്രധാനപ്പെട്ടത് ചിലത്, കാനിച്ചിത് പ്രധാനപ്പെട്ടത് ചിലത്, മയാ ഞാൻ ഇവിടെ വിവരിക്കുന്നു. അതായത് സ്വാത്മാരാമൻ വ്യക്തമാക്കുന്നത്, ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് പുതുതായി ഉണ്ടാക്കിയ വല്ലതുമല്ല, മറിച്ച് വൈദിക പരമ്പരയിലെ വസിഷ്ഠ മഹർഷിയും താന്ത്രിക അഠയോഗ പരമ്പരയിലെ മത്സ്യേന്ദ്രനാഥനും ഒരുപോലെ അംഗീകരിച്ച, അങ്ങനെയുള്ള മുനിമാരും യോഗികളും അംഗീകരിച്ച പ്രമുഖ ആസനങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്നാണ്. വൈദിക രാജയോഗ പരമ്പര, അതാണ് വസിഷ്ഠ മഹർഷി. വസിഷ്ഠൻ മനസ്സിന്റെ നിയന്ത്രണത്തിന് മുൻഗണന നൽകിയ ജ്ഞാന യോഗിയാണ്, രാജയോഗിയുമാണ്. വസിഷ്ഠ ദർശനം, യോഗവാസിഷ്ഠം നമ്മൾക്കറിയാവുന്നതാണ്. ശ്രീരാമനെ ഉപദേശിച്ചു കൊടുക്കുന്ന ബൃഹത്തായ ഒരു ഗ്രന്ഥമാണ് യോഗവാസിഷ്ഠം. അതിന്റെയൊക്കെ പ്രേതാവാണ് വസിഷ്ഠ മഹർഷി. അതേപോലെ നാഥ ഹഠയോഗ പരമ്പരയിലെ മത്സ്യേന്ദ്രനാഥ്, അദ്ദേഹം കായശുദ്ധിക്കും പ്രാണായാമത്തിനും മുൻഗണന നൽകിയ യോഗിയായിരുന്നു. ഈ രാജയോഗികളും ഹഠയോഗികളും ശരീരത്തെ പ്രാണായാമത്തിനും ധ്യാനത്തിനും വേണ്ടി ഒരുക്കാൻ ഒരേ ആസനങ്ങൾ തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. മഹാദേവനായ ശിവൻ ഉപദേശിച്ച 84 ലക്ഷം ജീവജാലങ്ങളുടെ ഇരിപ്പുകളിൽ, 84 ലക്ഷം ആസനങ്ങളിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട 84 ആസനങ്ങളാണ് നാഥപരമ്പര അംഗീകരിച്ചിട്ടുള്ളത്. അതിൽ നിന്നും വളരെ ചുരുക്കം ചില ആസനങ്ങൾ, കാണിച്ചിത് എന്നാണ് പറയുന്നത്, മാത്രമേ സ്വാത്മാരാമൻ ഈ ഹഠയോഗ പ്രദീപികയിൽ വിവരിക്കുന്നുള്ളൂ. അവ കേവലം ശാരീരിക വ്യായാമങ്ങളല്ല, മറിച്ച് മനസ്സിന്റെ പരമമായ അവസ്ഥയിലേക്ക് നയിക്കാൻ ഈ 2 പരമ്പരകളും ഒരുപോലെ ശീലിച്ചവയാണ് എന്നതാണ്. 19ാമത്തെ ശ്ലോകത്തിൽ സ്വസ്തികാസനം വിവരിക്കും. മംഗളത്തിന്റെ പ്രതീകമായ സ്വസ്തിക് എന്ന രൂപത്തിൽ കാലുകൾ വെച്ചുകൊണ്ട് ചെയ്യുന്ന ഈ ആസനം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് സ്വാത്മാരാമൻ വിവരിക്കുന്നത് നമുക്ക് നോക്കാം. ശ്ലോകം 19. ജാനുവോരന്തരേ സമ്യക്
കൃത്വാ പാദതലേ ഉഭേ ഋജുകായ സമാസീന സ്വസ്തികം തത് പ്രചക്ഷതേ. ഉഭേ പാദതലേ, രണ്ട് കാൽപാദങ്ങളെ, രണ്ട് പാദങ്ങളെ, ജാനുവോരന്തരെ സമ്യക് കൃത്വാ, ജാനു മുട്ട്, ഊരു തുട എന്നിവയുടെ ഇടയിലൂടെ മറുവശത്തെ തുടയുടെയും മുട്ടിന്റെയും ഇടയിലുള്ള മടക്കിൽ കൃത്യമായിരിക്കും. അതാണ് ജാനുവോരന്തരെ സമ്യക് കൃത്വ. അപ്പൊ കാൽപാദം ഈ തുടയുടെയും ജാനുവിന്റെ തുടയുടെയും കണങ്കാലിന്റെയും ഇടയിൽ വെക്കുക. അതുപോലെ തന്നെ മറ്റേ കാൽ ഇതിന്റെ ഇടയിൽ വെക്കുക. ഇത് ഈ കാല് ഇതിൽ കൂടി നമ്മൾ എന്ത് ചെയ്യുക, ഉള്ളിലേക്ക് എടുത്തു. ഇതാണ് സ്വസ്തികാസനം. തത് ഋജുകായ സമാസീന, ഋജുകായ നട്ടെല്ലുകളൊക്കെ നിവർത്തി നേരെയാക്കി, സമാസീന ഋജുവായി സുഖമായി ഇരിക്കും. വളരെ ഈസി ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റാം. തത് സ്വസ്തികം പ്രചക്ഷതേ. ഇതിനെയാണ് സിദ്ധന്മാർ സ്വസ്തികാസനം എന്ന് വിളിക്കുന്നത്. ലളിതമായി പറഞ്ഞാൽ ഇടത് കാൽ മടക്കി പാദതലം വലത് തുടയുടെ മുട്ടിന്റെയും ഇടയിൽ ഈ മടക്കിലേക്ക് വെക്കുക. അതേപോലെ വലതുകാൽ മടക്കി അതിന്റെ പാദതലം ഇടത് തുടയുടെ ഇടയിലും മുട്ടിന്റെയും ഇടയിലൂടെ മടക്കി വെക്കും. അതാണ്. അപ്പൊ അത് ഒന്നുകൂടി നോക്കാം. ഇടത് കാൽ മടക്കി വെച്ചു, എന്നിട്ട് അതിന്റെ പാദതലം വലത് തുടയുടെ കണങ്കാലിന്റെ ഇടയിലൂടെ വെക്കുക. അതുപോലെ വെച്ചതിന് ശേഷം ഇത് വെച്ചു, എന്നിട്ട് വലത് കാൽ മടക്കി ഇടത് തുടയുടെയും പാദതലത്തിന്റെയും ഇടയിൽ. ഇത് ഇവിടെ ഇതിന്റെ ഇടയിലും ഉണ്ട്, അത് മനസ്സിലാക്കണം. നമ്മൾ ക്രോസ് ചെയ്തിട്ടാണ് വെക്കുന്നത്, അതല്ലാതെ ഇത് എടുത്ത് മുകളിലൂടെ വെക്കുവാൻ പറ്റില്ല. അതാണ് പറയുന്നത്. അപ്പൊ കാല് വെച്ചു, എന്നിട്ട് ഈ കാല് കൂടി ഇതിന്റെ അടിയിലേക്ക് വെച്ചു. ഈ കാല് ഇതിന്റെ ഉള്ളിലേക്ക് വലിച്ചു കയറ്റിയാൽ മതി. ഇത് സ്വസ്തികാസനം. കൈകൾ കാൽമുട്ടുകളുടെ മുകളിൽ ചിന്മുദ്രയിൽ. സാധാരണ നമ്മൾ ഇരിക്കുന്ന ചമ്രം പടിഞ്ഞിരിക്കുക എന്നൊക്കെ പറയുന്നത് അത് തന്നെയാണ്. ഇത് ഇതിന്റെ അകത്തേക്ക് കയറ്റി ഇത് ഇതിന്റെ അകത്തും ഉണ്ട്. അതാണ് വളരെ ഫ്രീ ആയിട്ട്. സിദ്ധാസനം വരുമ്പോഴേക്ക് ഇതിന്റെ മുകളിലേക്ക് കയറി വരും. ഇത് അങ്ങനെയല്ല, ഇത് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുന്നതാണ്. കാല് ഇതിന്റെ മുകളിലേക്ക് വെച്ചു, ഈ കാല് ഇതിന്റെ ഉള്ളിൽ കൂടി. ഇത് പറയുന്നത് ഇതിന്റെ മുകളിലൂടെ വെക്കുക എന്നുള്ളത്. അപ്പൊ ഈ കാല് ഇതിന്റെ ഉള്ളിൽ വെച്ചു, എന്നിട്ട് ഈ വലത് കാല് ഇതിന്റെ ഇടയിലും വെക്കുക എന്നാണ് പറയുന്നത്. ഈ കാല് സ്വാഭാവികമായിട്ടും ഇതിന്റെ അടിയിലേക്ക് പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചത്. ഉള്ളിലേക്ക് വെച്ചു, ഇടത് കാല് ഇതിന്റെ ഉള്ളിലേക്ക് വെച്ചു, വലത് കാല് അടിയിൽ കൂടി എടുത്ത് ഇതിന്റെ ഉള്ളിലേക്ക് വെച്ചു. ഇതാണ് സ്വസ്തികാസനം. പത്മാസനം, അതുപോലെ സിദ്ധാസനം. ഇതിൽ സിദ്ധാസനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആസനം. അപ്പൊ അത് ചെയ്യാൻ കഴിയാത്ത തുടക്കക്കാർക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും മികച്ച ഒരു മെഡിറ്റേറ്റീവ് പോസാണ് ധ്യാനാസനമാണിത്. സ്വാമി മുക്തിബോധാനന്ദ ഇതിന്റെ രണ്ട് പ്രധാന ഗുണങ്ങൾ വ്യക്തമാക്കുന്നു. ഒന്ന്, നാഡീവ്യൂഹത്തിന്റെ സന്തുലിതാവസ്ഥ, നെർവസ് സിസ്റ്റത്തിന്റെ സ്റ്റെബിലിറ്റി. നമ്മൾ കാലുകൾ ഇപ്രകാരം ലോക്ക് ചെയ്ത് നട്ടെല്ല് നേരെയാക്കി ഇരിക്കുമ്പോൾ ശരീരത്തിന്റെ താഴത്തെ ഭാഗങ്ങളിലേക്കുള്ള രക്തപ്രവാഹം കുറയും. മുകളിലെ നട്ടലിലേക്കും മുകളിലെ നാഡീവ്യൂഹങ്ങളിലേക്കുമുള്ള രക്തയോട്ടം വർദ്ധിക്കുകയും ചെയ്യും. ഇത് തലച്ചോറിനെ ഉണർവുള്ളതാക്കി മാറ്റും. രണ്ടാമത്തത് പ്രാണശക്തിയുടെ ചോർച്ച തടയുക എന്നുള്ളതാണ്. പ്രാണിക് സർക്യൂട്ട്
അത് കറക്റ്റായിട്ടുണ്ടാവും. നമ്മുടെ ശരീരത്തിലെ പ്രാണശക്തി സാധാരണയായി കൈകാലുകളുടെ അഗ്രങ്ങളിലൂടെ പുറത്തു പോകാറ്. അതുകൊണ്ടാണ് ഷീറ്റിൽ വെച്ചിട്ടൊക്കെ യോഗ ചെയ്യണം എന്ന് പറയും. തറയിലേക്ക് വെക്കരുത്, എല്ലാം ഇതിന്റെ ഉള്ളിലേക്ക് തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, എർത്ത് ചെയ്യാതെ ഉള്ളിലേക്ക് തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് മാറ്റിലൊക്കെ ചെയ്യാൻ വേണ്ടി പറയുന്നത്. അപ്പോ സ്വസ്തികാസനത്തിൽ കാലുകൾ പുറത്ത് ഈ പരസ്പരം കോർത്ത് പിടിക്കുന്നതിലൂടെ ഇതിന്റെ ഉള്ളിലേക്ക് തന്നെ കയറ്റുന്നതുകൊണ്ട്, അതേപോലെ കൈകൾ മുട്ടിൽ മുദ്രകളായി വെക്കുന്നതുകൊണ്ട് പ്രാണന്റെ ഒരു ക്ലോസ്ഡ് സർക്യൂട്ട്, ഒരു അടഞ്ഞ ഒരു വലയം ഉള്ളിൽ രൂപപ്പെടും. ഇത് ഊർജം ഉള്ളിൽ തന്നെ സംഭരിച്ചു നിർത്താൻ സഹായിക്കും. ശരീരത്തിന് അനായാസമായി സ്ഥിരതയും മനസ്സിന് പെട്ടെന്ന് ഏകാഗ്രതയും തരാനും ഈ സ്വസ്തികാസനത്തിന് കഴിയും എന്ന് ബീഹാർ സ്കൂൾ ഓഫ് യോഗ പറയുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഹഠയോഗ പ്രദീപികയിൽ വിവരിക്കുന്ന ആസനങ്ങൾ, കടന്നു വന്ന വഴിയും, ഒന്നാമത്തെ ആസനമായ സ്വസ്തികാസനം ചെയ്യേണ്ടത് രീതിയും അതിൻ്റെ ശാസ്ത്രീയ വശവും നമ്മൾ മനസ്സിലാക്കി. അടുത്ത എപ്പിസോഡിൽ രണ്ടാമത്തെ ആസനമായ ഗോമുഖാസനത്തെക്കുറിച്ച് പറയുന്ന 20ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഒക്കെ അറിയിക്കുക. നന്ദി, നമസ്കാരം.